ഇറാനെ വിറപ്പിച്ച ഇസ്രായേലി മിസൈൽ വർഷം. തലസ്ഥാനമായ ടെഹ്റാൻ അടക്കം 5ഓളം നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമണം. ടെഹ്റാനു പുറമെ ഇസ്ഫഹാൻ, കോം, കരാച്ച്, കെർമാൻഷാ എന്നീ നഗരങ്ങളിലും ഉഗ്രസ്ഫോടനങ്ങൾ. ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഓഫീസുകൾക്ക് സമീപത്തും മിസൈലുകൾ പതിച്ചു. ഖൊമൈനിയെ ബങ്കറിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖോട്സ് ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചു. ഇറാനിലെ ആക്രമണത്തിൽ അമേരിക്കയും പങ്കാളിയായതായി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യാക്രമണ മുൻകരുതലായി ഇസ്രായേൽ വ്യോമാതിർത്തി അടച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ആക്രമണം അതിന്റെ ശക്തമായ ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിവിധ ഇടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങൾ കേട്ടു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട രോഹിണി സൂചിപ്പിച്ചതുപോലുള്ള 5 നഗരങ്ങളിലും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളുടെയും സ്ഫോടനങ്ങളുടെയും ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേലിന്റെ അതിശക്തമായ ഒരു സൈനിക നീക്കം ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ തന്നെ അറിയിക്കപ്പെട്ടിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിച്ച ഒരു സാഹചര്യം ഈ അടുത്ത ദിവസങ്ങളിലാണ് ഉണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിച്ചതിന് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള ചില കൺസെന്റുകൾ നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഏതെങ്കിലും സാഹചര്യം ഉണ്ടാകുമ്പോൾ ആക്രമണം ആരംഭിക്കാനുള്ള ഒരു സാധ്യത ഇറാനിൽ നിന്നാണ്. അതിനുള്ള കൺസെന്റാണ് ലഭ്യമാക്കിയത് അമേരിക്ക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, രോഹിണി തന്നെ സൂചിപ്പിച്ചതുപോലെ, ലോകത്തെ പ്രമുഖ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളെല്ലാം തന്നെ US-ന്റെ ഇടപെടൽ കൃത്യമായിട്ടുണ്ട് എന്ന് US-ന്റെ തന്നെ ഒഫീഷ്യൽസിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് വെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിശക്തമായ ഒരു സൈനിക നടപടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതും വ്യക്തമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്രത്യാക്രമണ സാധ്യത തന്നെ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമായി ഇസ്രായേൽ കണക്കാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ചർച്ചിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ചില വിശദീകരണങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തത്. ആ വിശദീകരണത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ആക്രമണത്തിനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രതയോടെ ഇരിക്കണം എന്നൊരു നിലപാടാണ്. അതുപോലെ തന്നെ അയത്തുള്ള അലി ഖമേനിയുടെ കാര്യം കൂടി ഏറ്റവും നിർണായകമായ ഒരു വിഷയമായി ഉയർന്നു വരുന്നുണ്ട്. അയത്തുള്ള അലി ഖമേനിയുടെ താവളങ്ങളെല്ലാം തന്നെ കൃത്യമായ സൈനിക നിരീക്ഷണത്തിലായതുകൊണ്ട്, അതായത് അമേരിക്കയുടെ സൈനിക നിരീക്ഷണത്തിലായതുകൊണ്ട് അയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ബങ്കറിലേക്ക് മാറ്റി, അതല്ലെങ്കിൽ മറ്റേതോ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ ബങ്കറിലേക്ക് മാറ്റിയെന്ന സ്ഥിരീകരിക്കപ്പെടുന്ന ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ കൂടി ആത്യന്തികമായി അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും കടുത്തൊരു ആക്രമണം അതിശക്തമായ രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ, പലതരത്തിലുള്ള ഒരുക്കങ്ങൾ, അതായത് സൈനിക വിന്യാസം നടക്കുന്നുണ്ട്, വ്യോമ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള വിവിധങ്ങളായ നടപടികൾ ഒന്നിനു പുറകെ ഒന്നായി പുരോഗമിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐസൺ, നമുക്കറിയാം, ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട് US ഇറാൻ ബന്ധം അങ്ങേയറ്റം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ്. അതുമാത്രമല്ല, ഇറാനെതിരെ ഇസ്രായേൽ US സംയുക്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇറാൻ ഏതു രീതിയിലാണ് തങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ഇസ്രായേലിന് അറിയാം. അതിനൊരു പ്രതിരോധം തീർക്കാനെന്നോണമാണ് ഈ സ്ഫോടനം എന്നുള്ള തലത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നുണ്ട്. നമുക്ക് ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തെ നമുക്ക് ഏത് പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു? തീർച്ചയായും ഇസ്രായേൽ US സൈനിക സംയുക്ത ആക്രമണത്തെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് ഈ 2 ശക്തികൾ തന്നെയാണ്. കൃത്യമായും മധ്യേഷ്യയിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെല്ലാം തന്നെ ഇറാന്റെ സംവിധാനം കൃത്യമായി തുടരുക. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ TP ശ്രീനിവാസൻ, നിലവിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ടെഹ്റാനിൽ. US-ന്റെ സപ്പോർട്ടോടുകൂടി തന്നെ ഇസ്രായേൽ സംയുക്ത ആക്രമണമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉഗ്രസ്ഫോടനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള ചില അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് എനിക്ക് തോന്നുന്നത് വേറൊരു ലെസർ ഈവിളാണ്. കാരണം അമേരിക്കൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കരാറിൽ ഇറാൻ ഒപ്പുവെച്ചില്ല എങ്കിൽ ഓൾ ഔട്ട് വാർ ഉണ്ടാകുമെന്നായിരുന്നു. അതിനുവേണ്ട പ്രിപ്പറേഷനാണ് അവർ ചെയ്തിരുന്നത്. പക്ഷെ ആ ഡയലോഗ് കഴിഞ്ഞിട്ടില്ല. മൺഡേ വീണ്ടും ജനീവയിൽ ചർച്ച നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇറാനിനെ ഒരു ഭയപ്പെടുത്തലിന് വേണ്ടി ഇസ്രായേലിനെ ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിപ്പോ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതായതുകൊണ്ട്
ഇറാൻ കൗണ്ടർ അറ്റാക്ക് ചെയ്യും, ഒരു ടിറ്റ് ഫോർ ടാറ്റ് അറ്റാക്കായി അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു തൽക്കാലത്തേക്കെങ്കിലും. പക്ഷെ അമേരിക്കയുടെ ഭീഷണിയും അതിൽ കൂടുതലാണ്. ഇവർ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ രണ്ട് കാര്യം, മിസൈലിന്റെ കാര്യത്തിലായാലും ന്യൂക്ലിയർ കാര്യത്തിലായാലും ആക്രമണം ഉണ്ടാകും എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു ട്രയൽ ബലൂൺ പോലെയാണ്, കുറച്ചും കൂടെ സീരിയസ് എന്ന് കാണിക്കാൻ വേണ്ടി. അതേസമയം അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല ഇപ്പോൾ. അപ്പൊ അമേരിക്ക ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഗ്ലോബൽ വാറിലേക്ക് പോകാൻ സാധ്യതയാണ്. പക്ഷെ ഇതിപ്പോ ഇസ്രായേൽ ആയതുകൊണ്ട് അവർ തമ്മിൽ ഒരു ടിറ്റ് ഫോർ ടാറ്റ് കൊണ്ട് ഇത് അവസാനിക്കുകയും പിന്നെ ചർച്ചകൾ ജനീവയിൽ തുടങ്ങുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. പക്ഷെ നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പ്രസിഡന്റ് ട്രംപ് പറയുന്നതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം യുദ്ധം ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ പോലും ആദ്യം അങ്ങനെ ഒരു ഓൾ ഔട്ട് യുദ്ധം വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ ഇസ്രായേലിനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നുള്ളത് ഒരുപക്ഷെ ഒരു ലെസർ ഈവിൾ ആയിരിക്കുമെന്ന് നമുക്ക് കണക്കാക്കാം. ശ്രീ ടി പി ശ്രീനിവാസൻ, ഒരു കാര്യം കൂടി, ഇവിടെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും, ആണവ നിർവ്യാപന കരാറുമായി ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ എന്നുള്ളത് അമേരിക്ക വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം തന്നെ ഇറാനും ഈ ഉപരോധമടക്കമുള്ളവ മാറ്റിയാൽ മാത്രമേ, നീക്കം ചെയ്താൽ മാത്രമേ തങ്ങൾ സഹകരിക്കൂ എന്നുള്ള ഒരു നിബന്ധന കൂടി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ മുൻനിർത്തി അമേരിക്ക നടത്തിയത് ഒരു ആക്രമണമാണ് എന്നുള്ളത് അറിയാവുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇറാൻ ഏത് രീതിയിൽ പ്രതിരോധിക്കാനായിരിക്കും ശ്രമിക്കുക? ഈ ഒരു സമ്മർദ്ദത്തിൽ അവർ വഴങ്ങുമോ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, അവരെ ഒന്ന് ഭയപ്പെടുത്തി വഴക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയുടെ വാർഷിപ്സ് എല്ലാം യുദ്ധം തുടങ്ങിയിരുന്നെങ്കിൽ അത് അവസാനിക്കാതെ പോകുമായിരുന്നു. അത് തന്നെയല്ല, ചർച്ചകളിൽ ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇപ്പൊ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതേസമയത്ത് അവരെന്തോ അതിന് റിട്ടേൺ ആയിട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അവര് പറയുന്നത് ന്യൂക്ലിയർ കാര്യത്തിൽ അവരുടെ കൺസ്ട്രക്ഷൻ ചില ഒരുപക്ഷെ കുറെ വർഷത്തേക്ക് ഒരു ലിമിറ്റഡ് എൻറിച്ച്മെന്റ് ആക്കുക, അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെന്റ് സസ്പെൻഡ് ചെയ്യുക, അങ്ങനെ ഒരു മാർഗം തെളിഞ്ഞു വരുന്നുണ്ട്. അതിന് പകരമായിട്ട് അമേരിക്ക സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുള്ളത് കൊണ്ടാണ് ഇപ്പോഴേ യുദ്ധത്തിലേക്ക് പോകാതെ ഇസ്രായേലിനെ ഉപയോഗിച്ച് ഒരു ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിലൊന്നും ഒരു തീർച്ചയും ഇല്ല. പ്രസിഡന്റ് ട്രംപ് എന്ത് ചെയ്യും എന്നുള്ള വേദന പോലും അറിയാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇത് ഞാൻ കാണുന്നത് ഒരു വാർണിംഗ് അറ്റാക്കാണ്. ഇപ്പോഴും നെഗോസിയേഷൻസ് എന്നുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ പ്രതികരിച്ചതിന്. ഐസണിലേക്ക് വീണ്ടും പോവുകയാണ്. ഐസൺ, തുടരാം. നമുക്ക് ഈ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്താം? ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധനായ ശ്രീ ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഇത് ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്കാണോ കാണേണ്ടത്? കാരണം ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ തന്ത്രങ്ങളിലൂടെ ഇറാൻ വഴിപ്പെടും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് US എത്തിച്ചേർന്നതിന്റെ ഫലമായിട്ടാണോ ഇസ്രായേലിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ ഒരു ആക്രമണം നടത്തിയത്? തീർച്ചയായും ഇസ്രായേലിനെ മുൻനിർത്തിയുള്ള ഈ ആക്രമണത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നേരത്തെ ടി പി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ തന്നെ, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കൃത്യമായൊരു നടപടിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഒരു സാങ്കേതിക അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ, അതായത് ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ആയി മാത്രമാണ് നിലനിന്നിരുന്നതെങ്കിൽ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം, അത് ഒരു കരുതൽ ആക്രമണം എന്ന രീതിയിൽ തന്നെ അത് നടന്നിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അതൊരു ആക്രമണം നടന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പും കൂടി, അല്ലെങ്കിൽ ഒരു കൃത്യമായ വാണിംഗ് കൂടി ഇറാന് നൽകിയിരിക്കുന്നു എന്നതാണ് ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ആണവധാരണയിൽ എത്തുന്നതിന് 15 ദിവസം മാത്രമാണ് സമയം ഇനിയുള്ളത് എന്ന് കൃത്യമായി ട്രംപ് അറിയിച്ചിരുന്നു. ആ സമയത്തെല്ലാം തന്നെ അതിശക്തമായ സേനാവിന്യാസം നടന്നിരുന്നു. സേനാവിന്യാസം അറബിക്കടലിൽ വൻതോതിൽ സേനാവിന്യാസം നടക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഇറാന്റെ അടുത്തുള്ള രാജ്യങ്ങളുടെ സൈനിക സംവിധാനങ്ങളെല്ലാം, രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിലെ സൈനിക സംവിധാനങ്ങളെല്ലാം ശാക്തീകരിക്കുന്ന നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുപോലെ തന്നെ നിരവധിയായ നീക്കങ്ങൾ ഉണ്ടാകുന്നു, നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ആ കൃത്യമായ നിലപാടുകൾ ശക്തമായി തന്നെ പറയുന്നു. ഇന്ന് രാവിലെ പോലും അത്തരത്തിലുള്ളൊരു നിലപാട്, തൃപ്തനല്ല എന്ന് പറഞ്ഞിരുന്നു. ആ തൃപ്തനല്ല എന്ന നിലപാടിൽ വളരെ കൃത്യമായ സൂചന ഉണ്ടായിരുന്നു എന്നത് കുറെ കൂടി കൃത്യമായി മനസ്സിലാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തൃപ്തനല്ല, അതുകൊണ്ട് തന്നെ സൈനിക നടപടി ഉണ്ടാകുമോ ഉണ്ടാകാതെ എപ്പോൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചൊക്കെ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഒളിഞ്ഞിരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന്റെ ഒരു ബഹിഷ്കരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായിരിക്കും.
സാധിക്കുന്നു സാങ്കേതികമായി അല്ലെങ്കിൽ അതെ ഐസൻ, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ അമേരിക്കയുടെ പങ്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. അമേരിക്ക സ്ഥിരീകരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് അമേരിക്ക കൂടി ചേർന്നുകൊണ്ട് തന്നെ സംയുക്ത ആക്രമണമാണെന്നുള്ളൊരു സ്ഥിരീകരണം കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഈ അവസാന നിമിഷങ്ങളിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും അമേരിക്കയുടെ പല പോലെ പ്രമുഖമായ മാധ്യമങ്ങളെല്ലാം തന്നെ കൃത്യമായി ആശ്രയിക്കുന്ന കൃത്യമായ ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെ ഭാഗമായി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഒരു രീതിയിൽ തന്നെ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് പ്രത്യേകിച്ചും ഇന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടുകളുണ്ട്. അതുപോലെ തന്നെ ബെഞ്ചമിനുമായുള്ള കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിൽ കൃത്യമായും ഇത്തരം ഒരു സൂചന ഉണ്ടായിരുന്നു. ആ സൂചന മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള സംവിധാനം ആയുധശേഖരവും യുദ്ധങ്ങളും അതുപോലെ തന്നെ ആധുനിക യുദ്ധ സംവിധാനങ്ങളും തന്നെ വ്യക്തമാകുന്നില്ല. ടെലിഫോൺ ലൈനിൽ കണക്ടിവിറ്റിയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്നു. നമുക്കത് പരിഹരിക്കാം. എന്തായാലും ഇറാനെ വിറപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മിസൈൽ വർഷം നടന്നിരിക്കുന്നത്. തലസ്ഥാനമായ ടെഹ്റാൻ അടക്കം 5ഓളം നഗരങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അയത്തുള്ള അലി ഖമേനിയെ ഓഫീസ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഐസൺ കേൾക്കാമെങ്കിൽ ഐസണിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. Europe is the hope. Dileep's Arcase is the path. ആദ്യം തീരുമാനമെടുക്കുന്നവർ എവിടെയും മുന്നിലായിരിക്കും. ദിലീപ്സ് ആർക്കേസ് സ്റ്റഡി അബ്രോഡ്. ചേച്ചി പാല് എന്തിനാ എക്സ്ട്രാ? ആരും വരുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. വാവ്, വീട് നല്ല വൃത്തിയുള്ളതും സുഗന്ധപൂരിതവുമാണല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ? ഗസ്റ്റ് ഒന്നുമല്ല, വന്നിരിക്കുന്നത് എന്റെ ലൈസോൾ ആണ്. ഇത് ഫിനൈലിനെ അപേക്ഷിച്ച് 3-1 മതി. 6 മണിക്കൂർ വീടിന് സുഗന്ധവും 10 മടങ്ങ് കൂടുതൽ വൃത്തിയും നൽകും. അതിനാൽ എപ്പോഴും ആരോ വിരുന്നു വരുന്ന വീട് പോലെ തോന്നിക്കും. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കുറച്ചുകൂടി മധുരാവാം. ഫിദമ്മക്ക് അതാ ഇഷ്ടം. നല്ല മുരിഞ്ഞ പത്തിരി അവക്കിഷ്ടം.